പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അപ്പോൾ വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം. അങ്ങനെ നവംബർ 6 നടന്ന ഒന്നാം ഘട്ട പോളിംഗ്, ആ പോളിംഗിൽ രേഖപ്പെടുത്തിയത് ബീഹാറിന്റെ ചരിത്രത്തിലെ തന്നെ ആദ്യമായി 64.5% പോളിംഗ് പെർസെന്റേജ്. അതിനുശേഷം നടന്ന രണ്ടാം ഘട്ടം, ആ രണ്ടാം ഘട്ടത്തിൽ 67-നടുത്ത് പോളിംഗ്. അങ്ങനെ ബീഹാറിന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ പോളിംഗ് ശതമാനങ്ങളൊക്കെ രേഖപ്പെടുത്തിയ, ഏറ്റവും വലിയ പോളിംഗ് ഒക്കെ നടന്ന ഒരു തിരഞ്ഞെടുപ്പിനാണ് ഇന്നത്തോടുകൂടി പരിസമാപ്തിയാവുന്നത്. ഇന്നാണ് ചിത്രം തെളിയുന്ന ദിവസം. ഇനി ആര് തുടരും, ആര് വീഴുമെന്നാണ് അറിയേണ്ടത്. നിതീഷ് കുമാറിന്റെ സർക്കാർ തുടരുമോ, അതോ തേജസ്വി യാദവ് മഹാഗഠബന്ധൻ ഒരു സർക്കാർ അവിടെ രൂപീകരിക്കുമോ, RJD വലിയൊരു ഒറ്റകക്ഷിയായി മാറുമോ തുടങ്ങി നിരവധി ചോദ്യങ്ങളുണ്ട്. ഈ ചോദ്യങ്ങൾക്കൊക്കെയും ഉത്തരം ലഭിക്കാൻ ഇനി അല്പസമയത്തിന്റെ കാത്തിരിപ്പ് മാത്രമേ ഉള്ളൂ. വളരെ വിശദമായി തന്നെ പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് ഇലക്ഷൻ വാർത്തകൾ എത്തിക്കാൻ ന്യൂസ് മലയാളം സജ്ജമാണ്. അപ്പോൾ നമ്മൾ ആരംഭിക്കുകയാണ് ബിഗ് ബീഹാർ ബാറ്റിൽ. അപ്പോൾ ഏറെ നിർണായകമായ, ഈ രാജ്യം തന്നെ ഉറ്റുനോക്കുന്ന നിർണായകമായ ബീഹാർ തിരഞ്ഞെടുപ്പ് ഫലത്തിന്റെ നെഞ്ചിടിപ്പിലാണ് രാജ്യം ഒന്നാകെ. 2 ഘട്ടമായി നടന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ കൃത്യം 8 മണിക്ക് തന്നെ ആരംഭിക്കും. നിതീഷ് കുമാറിന്റെ നേതൃത്വത്തിൽ NDA സഖ്യത്തിന് ഭരണ തുടർച്ച ഉണ്ടാകുമെന്നാണ് ഭൂരിഭാഗം എക്സിറ്റ് പോൾ ഫലങ്ങളും പ്രവചിക്കുന്നത്. എന്നാൽ ഈ ഉയർന്ന പോളിംഗ് ശതമാനം അനുകൂലമാകുമെന്നും ബീഹാറിൽ ഒരു ഭരണമാറ്റം ഉണ്ടാകുമെന്നും മഹാസഖ്യം വിലയിരുത്തുന്നുണ്ട്. കന്നി അംഗത്തിനിറങ്ങിയ പ്രശാന്ത് കിഷോറിന്റെ ജൻസുരാജ് പാർട്ടി നേടുന്ന വോട്ടുകളും ഇക്കുറി നിർണായകമാകും. അപ്പോൾ ഫലം അറിയാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ വളരെ വ്യക്തമായ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നാണ് 2 മുന്നണികളുടെയും അവകാശവാദം. പിന്നെ നമുക്കറിയാം, ഇപ്പോൾ രാജ്യം വലിയ ജാഗ്രതയിൽ കൂടിയാണ്. കാരണം ചെങ്കോട്ട സ്ഫോടനത്തിന്റെ പശ്ചാത്തലമുണ്ട്. അപ്പോൾ ഇതും കൂടിയൊക്കെ കണക്കിലെടുത്ത് കനത്ത സുരക്ഷയിലായിരിക്കും വോട്ടെണ്ണലും കാര്യങ്ങളും ഒക്കെ മുന്നോട്ട് പോവുക. നമുക്കൊപ്പം ശരത് ലാൽ ചേരുന്നുണ്ട് തത്സമയം. ശരത്ത്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഈ കൂട്ടിക്കിഴക്കലുകളൊന്നും ഇല്ല, ഇനി ഡയറക്റ്റ് ഫലം അറിയുന്ന ദിവസമാണ്. ഗുഡ് മോർണിംഗ് ശരത്, എങ്ങനെയാണ് ഈ അവസാന മണിക്കൂറിൽ? ഗുഡ് മോർണിംഗ് സേതുലക്ഷ്മി ഇപ്പോൾ വ്യക്തമായി പറഞ്ഞതുപോലെ കണക്കുകൂട്ടൽ കിഴിക്കലൊക്കെ കഴിഞ്ഞിരിക്കുന്നു. ഇനി ഒരേ ഒരു കാര്യമുള്ളൂ, ഇലക്ട്രോണിക് വോട്ടിംഗ്. പണ്ട് നേരത്തെയാണെങ്കിൽ ബാലറ്റ് പെട്ടി തുറക്കുമ്പോൾ നിന്നാണ്, ഇപ്പോൾ ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രം സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ എന്ന് പറയേണ്ടി വരും. ആദ്യമായി വോട്ടെണ്ണുന്നത് പിന്നെ പോസ്റ്റൽ ബാലറ്റുകളാണ്. സ്വാഭാവികമായിട്ടും എല്ലാ സ്ഥലങ്ങളിലും ആദ്യം വോട്ടെടുന്നത് പോസ്റ്റൽ ബാലറ്റുകളായതുകൊണ്ട് തന്നെ ആദ്യത്തെ ട്രെൻഡ് പോസ്റ്റൽ ബാലറ്റുകളിൽ നിന്നാണ് നമുക്ക് അറിയാൻ കഴിയുക. കാരണം രാജ്യം കാത്തിരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് സെലക്ട് സൂചിപ്പിച്ചത് 2 കാരണം കൊണ്ടാണ്. ഒന്ന്, ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഇരു മുന്നണികളും ഇത്ര ശക്തമായി വേർതിരിഞ്ഞുകൊണ്ട് ഏറ്റുമുട്ടിയ ഒരു തെരഞ്ഞെടുപ്പ് വേറെയില്ല. പ്രതിപക്ഷമാകട്ടെ ഒറ്റക്കെട്ടായിട്ടാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. BJP ആവട്ടെ എല്ലാ തന്ത്രങ്ങളും പയറ്റിക്കൊണ്ട് പിടിച്ചു നിൽക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. കാരണം ബീഹാറിലെ JDയുടെ ഒരു പിന്തുണ കൊണ്ടാണ് ഡൽഹിയിൽ BJP ഭരണം, അതായത് നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നത്. അതുകൊണ്ട് തന്നെ ഡൽഹി ഭരണത്തെ പോലും ബാധിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പായത് മാറും എന്നതുകൊണ്ട് തന്നെ വളരെ ശക്തമായ ഒരു പ്രചരണമാണ് NDAയുടെ ഭാഗത്തുനിന്നുണ്ടായത്. പ്രധാനമന്ത്രി അതേപോലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, അമിത്ഷാ അടക്കമുള്ള മുഴുവൻ കേന്ദ്രമന്ത്രിമാരിലെ ഒരു പട തന്നെ, അല്ലെങ്കിൽ മുഖ്യമന്ത്രിമാരുടെ ഒരു പട തന്നെ ബീഹാറിൽ പ്രചരണത്തെത്തി. എന്നാൽ പ്രതിപക്ഷമാവട്ടെ രാഹുൽ ഗാന്ധിയുടെ വോട്ടധികാർ യാത്രയോടെ തുടങ്ങിയ ഈ പ്രചരണം അവസാന നിമിഷം വരെ ആ ടെമ്പോ കാത്തു സൂക്ഷിക്കുന്നതിൽ മഹാസഖ്യം വിജയിച്ചു എന്ന് തന്നെ പറയണം. മഹാസഖ്യത്തിൽ തുടക്കത്തിലുണ്ടായ കല്ലുകളൊക്കെ മാറ്റിവെച്ചുകൊണ്ട് തേജസ്വി യാദവ് എന്ന ഒറ്റ വ്യക്തിയെ മുഖ്യമന്ത്രിയെ ചൂണ്ടിക്കാട്ടി അദ്ദേഹത്തിൻ്റെ യുവത്വത്തെ മാത്രം പ്രകീർത്തിച്ചുകൊണ്ട്, അല്ലെങ്കിൽ പോസ്റ്റർ ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ അത് പ്രതിച്ഛായ അത് ഉയർത്തിക്കൊണ്ടാണ് മഹാസഖ്യം തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. ഏതായാലും സേതുലക്ഷ്മി അല്പസമയം മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ഈ തെരഞ്ഞെടുപ്പിലെ അവസാന നിമിഷങ്ങളിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. ബീഹാർ കണ്ട ഏറ്റവും സമാധാനപൂർണ്ണമായ ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറയാം. 2 ഒരു അനിഷ്ട സംഭവങ്ങൾ മാത്രമാണ് ഈ തെരഞ്ഞെടുപ്പിനനുബന്ധിച്ചുണ്ടായത്. ഒരു മൊക്കാമയിലെ ഒരു കൊലപാതകം, അതിനുശേഷം ഉപമുഖ്യമന്ത്രിക്ക് നേരെ ഒരു കല്ലേറ്, അത് കഴിഞ്ഞ 2 ഘട്ടങ്ങളും വളരെ വളരെ സമാധാനപരമായിരുന്നു എന്ന് പറയേണ്ടി വരും. നേരത്തെ സേതുലക്ഷ്മി സൂചിപ്പിച്ച പോലെ തന്നെ ഏറ്റവും ഉയർന്ന പോളിംഗ് ശതമാനം 1951 ശേഷം ബീഹാർ കണ്ട ഏറ്റവും ഉയർന്ന പോളിംഗ് ശതമാനമുള്ള തെരഞ്ഞെടുപ്പാണ്. അതുപോലെ രാജ്യത്ത് SIR നടപ്പിലാക്കിയ ശേഷം ഉണ്ടായ ഒരു തെരഞ്ഞെടുപ്പാണ്. സുപ്രീം കോടതിയിലടക്കം SIR തമ്മിൽ ഇരു മുന്നണികളും ഏറ്റുമുട്ടുന്ന,
അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഏറ്റുമുട്ടുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടതാണ് ബീഹാർ തെരഞ്ഞെടുപ്പോടെ ബന്ധപ്പെട്ട്. അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി മുഖ്യ പ്രതിപക്ഷ കക്ഷികൾ ഒറ്റക്കെട്ടായി ഏറ്റുമുട്ടുന്ന ഒരു ദൃശ്യവും ഈ തെരഞ്ഞെടുപ്പിൽ ലഭിച്ചു. ഏതായാലും തെരഞ്ഞെടുപ്പിൽ ഉയർന്ന പോളിംഗ് ശതമാനം തൻ്റെ വിജയമെന്നാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഗാനേഷ് കുമാർ കഴിഞ്ഞ ദിവസം അവകാശപ്പെട്ടത്. ഏതായാലും തെരഞ്ഞെടുപ്പിൽ സ്ത്രീകളുടെ പങ്കാളിത്തം വളരെ വലുതായിരുന്നു എന്ന് പറയണം. ആകെ വോട്ട് ചെയ്ത സ്ത്രീകളിൽ ആകെ വോട്ടുള്ള സ്ത്രീകളിൽ 71.86% പേർ തങ്ങളുടെ സമ്മതിദാന അവകാശം വിനിയോഗിച്ചു എന്ന് പറയുന്നത് ഒരു ചരിത്രം തന്നെയാണ്. ആ ബീഹാറിലെ ദരിദ്രരായ ബീഹാറിൽ നമ്മൾ പറയുന്ന അതായത് അക്ഷരാഭ്യാസം കുറഞ്ഞ വനിതകൾ ബീഹാറിലെ ജനാധിപത്യ മഹോത്സവത്തിൽ ശക്തമായി പങ്കെടുത്തു എന്നതാണ് ഇത് നമുക്ക് തെളിയിച്ചു തരുന്നത്. ഈ ശക്തമായ വനിതകളുടെ എന്തായിരിക്കും അവർ വോട്ടിങ്ങിലൂടെ ജനങ്ങളോട് പറയാൻ ആഗ്രഹിച്ചത്, ഭരണകൂടത്തോട് പറയാൻ ആഗ്രഹിച്ചത്? 2 ഘട്ടങ്ങളായി നടന്ന തിരഞ്ഞെടുപ്പിൽ ആ കാര്യം ഇന്നത്തോടെ പൂർത്തി വരും. ഈ ദിവസത്തിനൊരു പ്രത്യേകത ഉണ്ട് സിദ്മി. ഇന്ന് നവംബർ 14 കുട്ടികളുടെ ദിവസമാണ്. ജവഹർലാൽ നെഹ്റുവിൻ്റെ ജന്മദിനമായ കുട്ടികളുടെ ദിവസമാണ്. കോൺഗ്രസിനെ സംബന്ധിച്ച് രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചുള്ള മുത്തച്ഛൻ്റെ ജന്മദിനത്തിൽ ഒരു കൈനീട്ടം ലഭിക്കുമോ അല്ലെങ്കിൽ തിരിച്ചടി ലഭിക്കുമോ എന്നതാണ് നമുക്ക് അറിയേണ്ടത്. ബീഹാറിൽ ഒരു തിരിച്ചടി കോൺഗ്രസിന് താങ്ങാൻ പറ്റുന്നതല്ല, പ്രതിപക്ഷത്തിന് താങ്ങാൻ പറ്റില്ല എന്നൊരു കാര്യം കൂടിയുണ്ട്. കാരണം മഹാരാഷ്ട്ര, ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ബീഹാറാണ് പ്രതിപക്ഷം ഒറ്റക്കെട്ടായിട്ട് അല്ലെങ്കിൽ ഒരു ശക്തി ഉപയോഗിച്ച് ഒരു പോരാട്ടം തുടങ്ങിയത്. ഇതിൽ മഹാസഖ്യത്തിന് നില മെച്ചപ്പെടുത്തിയിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ ജയിച്ചു കയറാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് പ്രതിപക്ഷ ഐക്യത്തിനെ തന്നെ ബാധിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഏതായാലും പ്രതിപക്ഷത്തിലും അതേപോലെ ദേശീയ ജനാധിപത്യത്തിലും കാര്യങ്ങളൊക്കെ ഇപ്പോ എങ്ങനെയായി ഉദ്യോഗസ്ഥർക്ക് അവിടെ എത്തുന്നുണ്ടോ? എത്ര കേന്ദ്രങ്ങളിലായിട്ടാണ് വോട്ടെണ്ണൽ നടക്കുന്നത്? സേലക്ഷ്മി, ബീഹാറിലെ വോട്ടെടുപ്പ് 8 മണിക്ക് തന്നെ ആരംഭിക്കും. തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ വോട്ടെണ്ണൽ പ്രധാനപ്പെട്ട കാര്യം വോട്ടെണ്ണൽ ആദ്യം പോസ്റ്റൽ വോട്ടാണ് എണ്ണുന്നത്. അതുപോലെ തന്നെ ഈ തവണ രാഷ്ട്രീയ പാർട്ടികളെ ഏജന്റുമാരെ വളരെ പ്രത്യേകം, അതായത് നേരത്തെ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഐഡൻറ്റിഫൈ ചെയ്യും, തെരഞ്ഞെടുപ്പ് കാർഡ് നൽകുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാ വോട്ടെണ്ണൽ കേന്ദ്രങ്ങളും RJD അടക്കമുള്ള പ്രതിപക്ഷ കക്ഷികളുടെ വോട്ടിൽ ഏജന്റുമാർ നിർബന്ധമായി ഉണ്ടായിരിക്കണമെന്ന് മഹാസഖ്യ നേതാക്കളും വ്യക്തമാക്കിയിട്ടുണ്ട്. സേതുലക്ഷ്മി, നമുക്ക് ഈ റിപ്പോർട്ട് ചെയ്ത, അതായത് ബീഹാർ റിപ്പോർട്ട് ചെയ്ത ഒരു അനുഭവത്തിൽ നമുക്ക് പറയാൻ കഴിയുന്നത് ഇത്ര സെൻസിറ്റീവായി തെരഞ്ഞെടുപ്പിനെ കണ്ട ഒരു ജനത എന്ന് വേണം നമുക്ക് പറയാൻ. പോളിംഗ് ബൂത്തിലായാലും ശരി, ഇപ്പോൾ വോട്ടെണ്ണൽ കേന്ദ്രത്തിലായാലും ശരി, വളരെ ആവേശത്തോടെ കേരളത്തെ പോലെ തന്നെ രാഷ്ട്രീയം കവലകളിൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പായിരുന്നു എന്ന് നമുക്ക് പറയാൻ കഴിയും. കാരണം കവലകൾ പോലും നിതീഷിൻ്റെ വികസന മുരടിപ്പും ചർച്ച ചെയ്യപ്പെട്ടു എന്നതുള്ളയാണ്. തുടക്കത്തിൽ SIR-ഉം അതേപോലെ തന്നെ മറ്റു കാര്യങ്ങളും ആണെങ്കിൽ അവസാന ലാപ്പിലേക്ക് 2ാം ഘട്ടത്തിൽ വരുമ്പോൾ വീണ്ടും ബീഹാർ അതിൻ്റെ തനി സ്വഭാവം കാണിച്ചു എന്ന് പറയേണ്ടി വരും. ജാതി അടിസ്ഥാനത്തിലുള്ള ഒരു തെരഞ്ഞെടുപ്പിലേക്ക് കാര്യങ്ങൾ വന്നു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. 2ാം ഘട്ടത്തിൽ ജാതി തന്നെയാണ്. ഇപ്പോൾ പ്രധാനപ്പെട്ട കാര്യം മതവും ജാതിയും 2ാം ഘട്ടത്തിൽ തിരിച്ചു വന്നു എന്നുള്ളതാണ്. അതിൻ്റെ ഏറ്റവും തിരിച്ചടി ഏൽക്കുക അങ്ങനെയാണെങ്കിൽ ജനസ്വരാജ് പാർട്ടിക്കാണ്. ജനസ്വരാജ് പാർട്ടി ജാതി മത അതീതമായി കാര്യങ്ങൾ വോട്ട് ചെയ്യണം, അല്ലെങ്കിൽ ജനങ്ങൾ വികസന മുരട്ടിപ്പിനും അല്ലെങ്കിൽ ഭരണമാറ്റത്തിനും വേണ്ടി വോട്ട് ചെയ്യണമെന്നാണ് പ്രശാന്ത് കിഷോറിൻ്റെ ജനസ്വരാജ് പാർട്ടി വ്യക്തമാക്കിയത്. ഈ ജനസ്വരാജ് പാർട്ടിയുടെ ഭാവിയും ആദ്യമായി ഒരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജിക്സ്, ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കും. ആ മറ്റു രാഷ്ട്രീയ പാർട്ടികൾ എങ്ങനെ വിജയിക്കണം, എങ്ങനെ ഭരണം കണ്ടെത്തണമെന്ന് ഉപദേശിച്ച് അതിന് ഫീസ് വാങ്ങിച്ചിരുന്ന ഒരു വ്യക്തി ഇത് സ്വന്തം നാട്ടിൽ ബീഹാറിൽ രേഖപ്പെടുത്തിയ ഒരു പോളിംഗ് പെർസെന്റേജ് ഉണ്ടല്ലോ, അതായത് സംസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും ഉയർന്ന പോളിംഗ് ആയിരുന്നു. ഈ പോളിംഗ് 2 ഘട്ടങ്ങളിൽ, ഒരു ഘട്ടത്തിലല്ല 2 ഘട്ടങ്ങളിൽ. ആദ്യ ഘട്ടത്തിൽ 64.14, 2ാം ഘട്ടത്തിൽ വരുമ്പോൾ അത് 67% ഒക്കെ മാറുകയാണ്. അപ്പം ഈ NDAയും അതേപോലെ മഹാഗഠബന്ധനം രണ്ടുപേരും ഒരേപോലെ തന്നെ ആത്മവിശ്വാസത്തിലാണ്. പക്ഷെ അപ്പോഴും സ്ത്രീ വോട്ടർമാർ ഇവിടെ നിർണായകമാകുമെന്ന് പറയുന്നു. അപ്പോൾ ഈ വോട്ടെണ്ണൽ ഫലം ഇനിയിപ്പോൾ വരാൻ അല്പസമയം കൂടിയേ ഉള്ളൂ. പക്ഷെ എങ്കിലും അവസാനമായിട്ടൊരു വിലയിരുത്തൽ അനുസരിച്ച് എന്തൊക്കെയാകും ഇന്ന് നിർണായകമായി തീരുക? ശരത്ത്, സേലക്ഷ്മി, നേരത്തെ നമ്മൾ ഉയർന്ന വോട്ടിംഗ് ഫലം 1950 ശേഷം
ഈ രണ്ട് ഘട്ട വോട്ടെടുപ്പ് ഇപ്പോൾ സീമാഞ്ചൽ പോലെയുള്ള ഒരു പിന്നോക്ക സ്ഥലത്ത്, പട്ടിണിയുള്ള ഒരു സ്ഥലത്ത് വോട്ടിംഗ് ശതമാനം 75 മുകളിലേക്ക് കിടക്കുകയാണ്. അതേപോലെ തന്നെ പാറ്റ്ന സിറ്റിയിൽ മാത്രമാണ് വോട്ടിംഗ് ശതമാനത്തിൽ അല്പം ഇടിവുള്ളത്. മറ്റ് ഗ്രാമപ്രദേശങ്ങളും ചെറിയ നഗരങ്ങളുമൊക്കെ ആവേശത്തോടെ വോട്ട് ചെയ്തു. ഈ വോട്ടിങ്ങിലാണ് ഏറ്റവും പ്രധാനപ്പെട്ട വളരെ നിർണായകമായ കാര്യം നടക്കുന്നത്. ഒന്ന്, അതിൽ സ്ത്രീകളുടെ പങ്കാളിത്തം. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചാണ്, പലപ്പോഴും പല തവണയും നമ്മൾ തിരഞ്ഞെടുപ്പ് ഒന്നാം ഘട്ടം കഴിഞ്ഞപ്പോഴും രണ്ടാം ഘട്ടം കഴിഞ്ഞപ്പോൾ സ്ത്രീകളെ സേതുലക്ഷ്മി തന്നെ വളരെ കാര്യമായ സൗഹൃദം ഈ കാര്യം വീക്ഷിക്കുകയും ഇതിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്താണ് സ്ത്രീകളുടെ പങ്കാളിത്തം. ഈ സ്ത്രീകളുടെ പങ്കാളിത്തത്തെ രണ്ട് കാരണമാണ് തെരഞ്ഞെടുപ്പ് വിദഗ്ധരും രാഷ്ട്രീയ പാർട്ടികളും വിശകലനം ചെയ്യുന്നത്. ഒന്ന്, സ്ത്രീകൾക്ക് വേണ്ടി നടത്തിയ ക്ഷേമ പ്രവർത്തനങ്ങൾ. അതിൽ ഏറ്റവും പ്രധാനം 10,000 രൂപ അവർ അക്കൗണ്ടിലേക്ക് നേരിട്ട് ട്രാൻസ്ഫർ ചെയ്ത 1,27,00,000 പേർക്ക് ആദ്യഘട്ടത്തിലും പിന്നീടും ഒക്കെ നേരിട്ട് നിതീഷ് കുമാറിൻ്റെ സർക്കാർ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് തൊട്ടുമുമ്പ് നടപ്പിലാക്കിയ ക്ഷേമ പ്രവർത്തനങ്ങളിൽ ആണ് സ്ത്രീകളെ ഇത്രയും കൂട്ടമായി വന്ന് വോട്ട് ചെയ്യാൻ പ്രേരിപ്പിച്ചു എന്നതാണ് NDAയുടെ വാദം. എന്നാൽ മഹാസഖ്യം പറയുന്നത് ഒരു മാറ്റത്തിന് വേണ്ടി, ഒരു വികസന മുരടിപ്പ് മാറ്റാൻ വേണ്ടി സ്ത്രീകൾ വോട്ട് ചെയ്തു എന്നാണ്. ഏതായാലും ഒരു കാര്യത്തിൽ ഉറപ്പാണ്, സ്ത്രീകളുടെ വോട്ടിനെ സംബന്ധിച്ച ആദ്യത്തെ പ്രകടന പത്രികയിൽ സ്ത്രീകൾക്ക് വേണ്ടി വളരെ അവകാശവാദങ്ങൾ പറഞ്ഞിരുന്ന RJD പക്ഷേ അവസാന ഘട്ടത്തിൽ സ്ത്രീകൾക്ക് 35,000 രൂപ സ്ത്രീകൾക്ക് നൽകുമെന്നൊരു വാഗ്ദാനം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. 10,000 നൽകിയ തങ്ങളെ അക്കൗണ്ടിലേക്ക് നൽകിയ അധികാരത്തിലേക്ക് വരികയാണെങ്കിൽ കുടുംബത്തിൽ ഒരാൾക്ക് ജോലി എന്നൊരു ഗംഭീരൻ വാഗ്ദാനം കൂടി ഉണ്ടല്ലോ ചേർത്ത്. അതെ, അത് ഒരു കുടുംബത്തിലെ ഒരാൾക്ക് ഒരു ജോലി എന്ന ഗംഭീര വാഗ്ദാനം കൂടിയുണ്ട്. ഇതൊക്കെ എങ്ങനെ വോട്ടർമാരിൽ പ്രതിഫലിച്ചു എന്നതാണ് നമുക്ക് ഇനി അറിയേണ്ടത്. അത് അറിയാൻ സെൽഫി പറഞ്ഞ പോലെ തന്നെ ഒരു 2 മണിക്കൂർ കഴിഞ്ഞാൽ അതിൻ്റെ ട്രെൻഡ് അല്ലെ എങ്ങനെയാണ് ദിശ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം ഉയർത്തിക്കൊണ്ടുവന്നത് ബീഹാറിൽ എംപ്ലോയ്മെൻറ്റ് എന്ന് തന്നെയാണ്. അത് തൊഴിലില്ലായ്മ ഉണ്ടായിരുന്നു. അത് കാരണം തന്നെ കഴിഞ്ഞ ദിവസം പുറത്തുവിട്ട ഒരു എക്സിറ്റ് പോളിൽ വളരെ വ്യക്തമായി ഡിഗ്രി കഴിഞ്ഞവരും ബിരുദം നേടിയവരും ബിരുദാനന്തര ബിരുദം നേടിയവരും എഞ്ചിനീയറിംഗ് കഴിഞ്ഞവരും ഒക്കെ ഉള്ള വ്യക്തികൾ തേജസ്വിക്കാണ് വോട്ട് ചെയ്തത്. 48% പേർ തേജസ്വി യാദവിൻ്റെ മഹാഗഠബന്ധന് വോട്ട് ചെയ്തു എന്നാണ് വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നത്. അത് കാരണം തൊഴിൽ എന്ന് തന്നെയാണ്. ബീഹാറിനെ സംബന്ധിച്ചോളം തൊഴിൽ വലിയൊരു പ്രശ്നമാണ്, കുടിയേറ്റം വലിയൊരു പ്രശ്നമാണ്. ബീഹാറിലെ കുടിയേറ്റം ബീഹാറിന് പുറത്തേക്കുള്ള കുടിയേറ്റം അല്ലെങ്കിൽ 20 ലക്ഷം പേരാണ് ബീഹാറിൽ നിന്ന് കുടിയേറിയിരിക്കുന്നത് എന്നതാണ് ഒരു പ്രാഥമിക കണക്ക്, വ്യക്തമായ കണക്ക്. ഞാൻ ശരത്തിലേക്ക് മടങ്ങിയെത്താം. കൂടുതൽ